അജിൻ ഉൾപ്പെടെ 3 പേർ 1-ാം നിലയിലേക്ക് ചെറുതായി പോയി. അവിടെ അതേ തണ്ട് കാണാനായില്ല. കയ്യാലെ സ്ക്രൂ പിടിച്ചുവച്ചു. അതുവരെ കൂന്തൻ ഗാർഡ് തിരിച്ചു വന്നു. അവൻ വാതിൽ തുറക്കുന്ന സമയത്ത് അലക്ഷ്യമായി ഒരു പൊട്ടിത്തെറി സംഭവിച്ചേക്കാമെന്ന് അറിയാമായിരുന്നു. അതിനാൽ കൂട്ടുകാരൻ ലൈറ്റ് ബൾബ് പൊട്ടിച്ചു, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി. മേൽക്കൂരയിൽ നിന്നുള്ള ശബ്ദം മൂലം ഗാർഡ് തിരിച്ചുപോയി അതിലൂടെ രക്ഷപ്പെട്ടു. അവരും വാതിലുകൾ തുറന്ന് മുന്നോട്ട് പോന്നു. ഒടുവിൽ അന്ത്യവാതിലിനടുത്തേക്ക് എത്തി. ലോഹപാളിയിലൂടെ പുറത്തു നോക്കിയപ്പോൾ വലിയ ഗേറ്റ് തുറന്ന നിലയിലായിരുന്നു. അവർ ആവേശത്തോടെ തമ്മിൽ കെട്ടിപ്പിടിച്ചു. പക്ഷേ ഈ വാതിൽ അവർ ഒരിക്കൽ പോലും തുറന്നിട്ടില്ലായിരുന്നു. അവസാന കീ ഉപയോഗിച്ച് ശ്രമിച്ചു, എങ്കിലും ആ വാതിൽ തുറക്കാനായില്ല. അജിൻ തിരിച്ചു പോവാൻ നിർദ്ദേശിച്ചു. എന്നാൽ കൂട്ടുകാരൻ തള്ളിപ്പറഞ്ഞു, ഞാൻ തിരിച്ചു പോവില്ല. അതോടെ ചിഴലെടുത്ത് വാതിൽ കുത്തിപ്പൊളിച്ചു. അജിൻ പേടിയിൽ വിറച്ചു. പക്ഷേ ലോക്കിന്റെ ഭാഗം കാണാവുന്ന വിധത്തിൽ വാതിൽ പൊളിഞ്ഞു. പിന്നെ അവൻ വെറും സാധാരണ വസ്ത്രം ധരിച്ചു പുറത്തിറങ്ങി. വളരെ സൂക്ഷ്മമായി സ്നൈപ്പറെ നിരീക്ഷിച്ചു. അവൻ തിരിഞ്ഞപ്പോൾ അവർ വേഗത്തിൽ ദ്വാരത്തിലൂടെ കടന്നു. കുറച്ച് ദൂരെയുള്ള സീനിയർ ഗാർഡിന് ഇതൊന്നും മനസ്സിലായില്ല. ഉടൻ തന്നെ അവർ ഒരു ലോറൈഡ് വാഹനമെടുത്തു. മുമ്പ് ഒളിപ്പിച്ചിരുന്ന കുറച്ച് പണവും ഉപയോഗിച്ചു. ഇവിടെ ഗാർഡ് റൂമിൽ വന്നു നോക്കിയപ്പോൾ അവർ അകത്തുണ്ടായിരുന്നില്ല. വലിയ പിഴവിന് ആ ഗാർഡ് ഇടയായിരിക്കുന്നു. ഈ സിനിമ സാധ്യമായില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ആത്മവിശ്വാസത്തോടെ ചെയ്തെടുത്തവരുടെ കഥയാണ്.